പങ്കാളിയുമായിട്ടുള്ള ഒരടുപ്പത്തിന് ശേഷം പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നു. ചുടിച്ചിൽ, അതായത് ഒരു പൊള്ളിയ സെൻസേഷൻ പോലെയോ അല്ലെങ്കിൽ നീർന്ന സെൻസേഷൻ പോലെയോ ഒക്കെ തോന്നാം. ചിലപ്പോൾ മൂത്രനാളിയിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. ശക്തമായ ഉരസൽ അഥവാ ഘർഷണം കൊണ്ട് ആ സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ഇത്തരം വേദനകൾക്ക് നീറ്റലും കാരണം. താൽക്കാലികമാണ്, കുറച്ചേരം കഴിയുമ്പോഴേക്കും ആ വേദന പോവുകയും ചെയ്യും. അല്ലെങ്കിൽ പങ്കാളിയുടെ ശരീരത്തിൽ നിന്ന് കയറിയ എന്തെങ്കിലും ബാക്ടീരിയകളോ അതേപോലുള്ള അണുബാധകളാകാനും മതി. ശുചിത്വ കുറവ് കൊണ്ട് അത്ര ഇൻഫെക്ഷൻ ഉണ്ടാകാം. അല്ലാതെ ഇപ്പോൾ അറിയാത്തൊരു പങ്കാളിയുമായി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ അത് പകർന്നതാകാം. പിന്നെ ഓരോ ആൾക്കാരുടെയും ശരീരത്തിലുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാളുടെ ശരീരത്തിലുള്ളതല്ല വേറൊരാളുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ ഒന്നും മാരകമായിട്ട് മാറില്ല, ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. പക്ഷേ ഒന്നിലധികം പങ്കാളികളോ വിശ്വസ്തരല്ലാത്ത പങ്കാളികളിൽ നിന്നോ വരുന്ന ഇത്തരം അസുഖങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ചില സമയത്ത് ഈ മൂത്രനാളിയിൽ മാത്രമല്ല മൂത്രസഞ്ചിലായ ഇൻഫെക്ഷൻ വരാം. ചിലപ്പോൾ ആണുങ്ങളുടെ ഗ്രന്ഥിയായ പ്രോസ്റ്റേറ്റിനെ ഇത് ബാധിക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും വിട്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യും. ഇനി അല്ലാതെ വേണമെങ്കിൽ ഇറിറ്റേഷനും ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാം. അതായത് സ്പ്രേ ഉപയോഗിക്കുക, ക്രീം ഉപയോഗിക്കുക, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന അതിലുള്ള എന്തെങ്കിലും രാസവസ്തുക്കളോട് അലർജി ഉണ്ടെങ്കിൽ പോലും അത് അവസാനം അണുബാധയായിട്ട് വന്ന് ഇത്തരം നീറ്റിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അടുപ്പം ഉണ്ടായ ശേഷം ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ മൂത്രം ഒഴിക്കുക. അപ്പോൾ ഈ ബാക്ടീരിയസ് കൂടുതൽ അകത്തേക്ക് കയറാനുള്ള ഒരു സന്ദർഭം നഷ്ടമാകും. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ താൽക്കാലികമായിരിക്കും. ഈ ഘർഷണം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് യൂറിനൊക്കെ നന്നായി പോയി കഴിയുമ്പോഴേക്കും അത് ക്ലിയർ ആകും. പക്ഷേ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് ഇത് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യൂറോളജിസ്റ്റിനെയോ സർജനെയോ കാണുക. നിങ്ങൾക്ക് ഒന്നിലധികം പങ്കാളികളൊന്നുമില്ല, പങ്കാളി വിശ്വസ്തരാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുള്ള ഒരസുഖങ്ങളും കാണില്ല. ഈ സാധാരണ രീതിയിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ആയിരിക്കും. അതിന് പ്രോപ്പറായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉൾപ്പെടുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് ചെയ്യുമ്പോഴേക്കും അത് ക്ലിയർ ആകും. ചിലപ്പോൾ ചില സമയത്ത് തുടർച്ചയായിട്ട് വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കേണ്ടി വരും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു സംസർഗം കൊണ്ടാണല്ലോ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ചില സമയത്ത് രണ്ടുപേർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും. പിന്നെ വൃത്തി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും, അപരിചിതരോ അല്ലെങ്കിൽ ഒന്നിലധികം പങ്കാളികളോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കാര്യം വേറെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട് വിശദമായി ചെക്ക് ചെയ്യുക. വിവാഹം കഴിക്കാത്തവർക്കും അല്ലെങ്കിൽ പങ്കാളികളില്ലാത്ത ആണുങ്ങൾക്കും ഇങ്ങനെ വരാറുണ്ട്. കാര്യം അവരുടെ സ്വയം പ്രവൃത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ തോന്നാറുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അത് ഘർഷണം കൊണ്ടോ ശരിയായ ശുചിത്വമില്ലായ്മ കൊണ്ടോ ആയിരിക്കാം. പിന്നെ വെള്ളം ശരിയായി കുടിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മൂത്രാശയ അണുബാധകൾ ഇതുപോലെ ഉണ്ടാകും. അത് ഓർക്കണം.